ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണമ്മ? മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരിക്ക് ഏത് മാങ്ങയായാലും എടുക്കാം. മാമ്പഴത്തിൻ്റെ തൊലി നല്ലതുപോലെ പൊരിച്ചെടുക്കുക. എന്നിട്ട് മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. സ്റ്റീൽ പാത്രത്തിനെ കാട്ടി ടേസ്റ്റ് കൂടുന്നതും നല്ലതായിട്ടിരിക്കുന്നതും മൺചട്ടിയിലാണ്. ഞാനിപ്പോൾ ഇവിടെ 5 മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് ശർക്കര എടുത്ത് ശർക്കര പാനിക്ക് വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. ശർക്കര പാനി തിളച്ച് വരുമ്പോൾ മാമ്പഴത്തിലേക്ക് അരിച്ചൊഴിക്കാം. 1/4 സ്പൂണ് നെയ്യ്, എന്നിട്ടൊന്ന് നന്നായി ചേർത്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. ഈ ശർക്കരയും നെയ്യും ഈ മാങ്ങയിൽ കിടന്നൊന്ന് കുറുകട്ടെ. അപ്പോൾ നമുക്ക് അരപ്പ് ശരിയാക്കാം. 1 പിടി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് തൈര്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ നല്ലതുപോലെ മഷി പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. അടിച്ചുകൊണ്ടൊന്നൊക്കെ ഇട്ട് മാങ്ങയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ല കുറുകാൻ പാടില്ല, വലിയ തീയിൽ വയ്ക്കാൻ പാടില്ല. ചെറിയ തീയിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് വന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമുക്കിതിനെ കടുക് വറുത്ത് ഒഴിക്കാം. 1 സ്പൂണ് നെയ്യ്, ആവശ്യത്തിന് കടുക്, ഉലുവ ഇടാതിരിക്കരുത്, അത് അത്യാവശ്യം വേണ്ട സാധനമാണ്. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. കടുവറുത്തതെല്ലാം ഈ കൂട്ടിലോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർവ് ചെയ്യാം. ഇതുപോലെ നല്ല അടിപൊളി മാങ്ങാ പുളിശ്ശേരിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.